കുറച്ചധികം നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു നമ്മളെല്ലാ തിരക്കൊന്നും മാറ്റി വെച്ച് നമുക്കൊരു യാത്ര പോകണമെന്ന്. അത് ഏതായാലും സാധിച്ചു കേട്ടോ. യാത്രകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ടാട്ടോ നമ്മൾ പോവാറ്. അപ്പൊ അതിൻ്റെതായ റിസ്ക്കും ടെൻഷനും ഒക്കെ ഉണ്ടാവുക. ഇത് അതൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു യാത്ര, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ ഈ ഒരു യാത്ര കൊണ്ട്. അങ്ങനെ രാത്രി 10 മണിയായപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോയി, പക്ഷെ ഓരോ ഉറങ്ങിയിട്ടാ. അതുകൊണ്ട് എനിക്ക് നല്ല ബോറിംഗ് ആയിരുന്നേ. പോന്നപ്പോ പറഞ്ഞേ മാറി മാറി ഓട്ടി ഞമ്മക്ക് അങ്ങ് മൂന്നാറെത്തിക്കാന്നേ. ഇതിപ്പോ ഇക്കാ പണി കിട്ടിയോ. ഓരോ രണ്ടാളും നല്ല ഉറക്കും, ഞാൻ ഇങ്ങനെ ഉറക്കം വെച്ചു ഹോട്ടലും. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ചായ ഓരെ കൊണ്ടാണ്ട് കുടിപ്പിച്ചു കേട്ടോ. എന്നിട്ട് എന്തായി, ഓരോ ചായ കുടിച്ചു പിന്നെയും കിടന്നുറങ്ങി. പിന്നെ നമ്മൾ വിചാരിച്ചു ഓരോ ഉറങ്ങിക്കോട്ടെ, ഓർക്കൊരു സർപ്രൈസ് കൊടുക്കാം, മൂന്നാറെത്തിയിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാ. എന്റെ പ്ലാനിങ് ഒക്കെ തെറ്റിട്ടോ. ആള് മൂന്നാറെത്തുന്നതിന്റെ മുമ്പ് തന്നെ എണീറ്റു, കാരണം എന്റെ റൂട്ടൊക്കെ ഒന്ന് തെറ്റി. അതുകൊണ്ട് ഓരെന്നെ പിന്നെ റൂട്ടൊക്കെ നോക്കി മൂന്നാർ അങ്ങനെ എത്തിച്ചു. നമ്മൾ 4:30 ആയപ്പോത്തിനും മൂന്നാർ എത്തിയേ. പിന്നെ നമ്മൾ കുറച്ചു നേരം വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി. മൂന്നാർ KSRTC സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ നമ്മൾ പാർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷപ്പ് ആവാനൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നില്ല. പിന്നെ ഇപ്പോൾ മൂന്നാറിൽ ട്രെൻഡിങ്ങിലായി നിൽക്കുന്ന ഒരു ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്, അതും നമ്മൾ കണ്ടു കേട്ടോ. മൂന്നാറിൽ നമ്മൾ പലപ്പോഴായി പോയിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. വേറെ എവിടെയല്ല, മൂന്നാർ വട്ടവട. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ മാട്ടുപ്പെട്ടി ബ്രിഡ്ജ് റോഡൊക്കെ നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ പോകാൻ പറ്റിട്ടോ. പക്ഷേ റിട്ടേൺ വന്നപ്പോൾ നമുക്ക് അതിനൊക്കെ കിട്ടി. 2.5 മണിക്കൂറോളം നമ്മൾ അവിടുത്തെ ബ്ലോക്കിൽ പെട്ടിരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സിന് 6 മണി വരെയുള്ളൂ ടൈം, അല്ലാത്തവർക്ക് അവിടെ സ്റ്റേ ചെയ്യാം കേട്ടോ. അങ്ങനെ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പം നമ്മൾ ചെറുതായിട്ട് ഒരു ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടാ. നമ്മൾ പോണ റൂട്ടിലേ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വട്ടവട എത്താൻ കുറച്ച് സമയം ലേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് അവിടുത്തെ ആ നല്ല ക്ലൈമറ്റ് നമുക്ക് മിസ്സായി. പിന്നെ ഇവിടെ കാണാനുള്ളത് കുറേ ഐറ്റം ഫാംസ് ആട്ടോ. ഇവിടെ കൂടുതലായിട്ടും സ്ട്രോബെറി ഫാംസ് ആണ്. എല്ലാ വീട്ടിലും ഓരോ തരം ഫാംസ് ആയിട്ട് ബിസിനസ് ആയിട്ട് നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന വീട്ടിലെ സ്ട്രോബെറി ഫാമുണ്ട്, പിന്നെ സൺഫ്ലവറിൻ്റെ ഫാമുണ്ട്. ഇതിപ്പോൾ നമുക്ക് കാണിച്ചു തന്നത് ബീൻസിൻ്റെ ഫാമാണ്, ഗ്രീൻ ബീൻസ് ഇല്ലേ അതിൻ്റെ ഫാമാണ്. ഇവിടെയുള്ള എല്ലാ സ്ട്രോബെറി ഫാമിലും സ്ട്രോബെറി വെച്ചുണ്ടാക്കിയ വൈന്, ജാം, പിന്നെ സ്ട്രോബെറി ബോക്സ് ഇതെല്ലാം സെയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാട്ടോ. അങ്ങനെ കുറച്ച് സ്ട്രോബെറിയും തിന്ന് ഒരു കുപ്പി ജാമും വാങ്ങിച്ചു. പിന്നെ നമ്മൾ പോയത് ഹണി മ്യൂസിയത്തിൽ കാട്ടാം. അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെയും കയറി. ഇവിടെ നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ ഒരു ബിഹൈവിക്കാണ്. ഹണിയെക്കുറിച്ചും ഹണിബിയെക്കുറിച്ചും ഈ ബിഹൈവിനെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു എക്സ്പ്ലെയിനും പിന്നെ അതുപോലെ ഒരു വീഡിയോ ക്ലിപ്പ് കേട്ടോ. പിന്നെ ഇവിടെ പലവിധ ഹണീസും പിന്നെ ഹണി വെച്ചുണ്ടാക്കിയ കുറേ ഐറ്റംസൊക്കെ ഇവിടെ സെയിൽ ചെയ്യാൻ വെച്ചത്. ഇത് മാത്രമല്ല കേട്ടോ ഈ മ്യൂസിയത്തിൽ കാണാനുള്ളത്. ഒരു ഡീപ്പായിട്ട് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, പക്ഷെ നമുക്ക് അവിടെ അലോഡ് അല്ലായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ. ഇതെല്ലാം കണ്ടിറങ്ങിയപ്പോൾ തന്നെ ആ ചെറിയൊരു തണുപ്പ് മാറി ചൂടായി തുടങ്ങി കേട്ടോ. പിന്നെ നിറയെ ഫാംസ് ഉണ്ട് ഇനിയും കാണാൻ, പക്ഷെ നമുക്ക് അതൊന്നും കാണാനൊരു മൂഡില്ലായിരുന്നു. കാരണം രാത്രിക്കത്തെ ഉറക്കം നമുക്ക് നേർക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം 12 മണിയൊക്കെ ആവാൻ നേരമായപ്പോൾ തന്നെ നമ്മൾ വട്ടവട നിന്ന് പോകുന്നു കേട്ടോ. ഇനി നമ്മൾ മൂന്നാറിലാണ് നമ്മൾ ഹോട്ടലിലുള്ളത്. അങ്ങനെ ഹോട്ടലിൽ പോയി കിടക്കാതിൻ്റെ ഒരു പ്ലാനായി. അങ്ങനെ പോരുന്ന ബൈക്കിൽ 2.5 മണിക്കൂറോളം ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മൾ ഓരോ മാഗിയും കഴിച്ച് പിന്നെ നമ്മൾ പോയത് നമ്മൾ റൂമിലോട്ടാട്ടോ.